കൈവശമുള്ളതും എപ്പേർപ്പെട്ട കുഴിക്കൂർ ചമയങ്ങളോടെ ഈ കക്ഷി അനുഭവിച്ചു വരുന്നതും ആയ വസ്തുവകകളിൽ വേർച്ചയില്ലാതെ നിക്കട്ടെ, ഇതൊക്കെ നല്ല മലയാളത്തിലെ ചെറിയ വാചകങ്ങൾ എഴുതിക്കൂടെ രാവണ്യാരെ? എന്നാ ആളുകൾക്ക് വേഗം മനസ്സിലാവല്ലോ. അതാണ് പറ്റാത്തത്. എളുപ്പം മനസ്സിലായാലേ എടോ പിന്നെ വക്കീലന്മാരും ഗുമസ്തന്മാരും എല്ലാം പീടിയ പൂട്ടേണ്ടി വരൂല്ലേ? എവിടെയാ നിർത്തിയത്? ആ വസ്തുവകകളിൽ തീർച്ചയില്ലാതെ 1964 ഡിസംബർ 9 1964 ഡിസംബർ 9 ഡിസംബർ 9 പുതിയ കവിതയൊന്നും അച്ചടിച്ച് വന്നിട്ടില്ലേന്ന് ചോദിക്കായിരുന്നു ലക്ഷ്മി. ഇല്ല. ഈ ആംഗ്യഭാഷ ശരിക്കും പഠിച്ചതാണ്? ഏയ്, 4-5 കൊല്ലായില്ലേ ഞാൻ ഈ കുട്ടിയുടെ കൂടെ. അങ്ങനെ ശീലായി. മോള് അധികം ശല്യപ്പെടുത്തുന്നുണ്ടോ? ഏയ്, ഇവിടെ വായിക്കാനും പഠിക്കാനൊക്കെ സൗകര്യം ഉണ്ടല്ലോ. ഓ, ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ഉപയോഗിച്ചിരുന്ന സ്ഥലമാണിത്. അവൻ എഴുതുകയോ വായിക്കുകയോ ചെയ്യട്ടെ. ഡോണ്ട് ഡിസ്റ്റർബ് ഹിം. കമാ. ആ, രാമ പഠിച്ചോളൂ. ആ. മൂപ്പർക്ക് വലിയ ഇഷ്ടായിരിക്കണു അല്ലേ? നല്ല മനസ്സുള്ള ചിലരെങ്കിലും ഉണ്ടല്ലോ. ഭാഗ്യം. അദ്ദേഹം മകളെ ലാളിക്കുന്നത് കാണുമ്പോ എന്തോ വിഷമം തോന്നും. അവക്ക് മിണ്ടാൻ വയ്യാന്നല്ലേ ഉള്ളൂ. വേറെന്താ ഒരു കുറവ്? അത് നിസ്സാരമായ കാര്യമാണോ? അവള് ചിരിക്കുന്നത് കാണുമ്പോഴൊക്കെ എനിക്ക് ദുഃഖം തോന്നും. എന്നാൽ ഇനി അവളോട് രാമുവിനെ കാണുമ്പോ കരയണോന്ന് പറയാം. ഭ്രാന്ത് പറയാണ്ട് വല്ലതിരുന്ന് പഠിച്ചോളൂ. അസാധ്യം. യു ആർ ഗ്രേറ്റ്. യു ആർ ഗ്രേറ്റ്. തോറ്റു. സമ്മതിച്ചു. ആ രാമു, അത് കൊടുത്തു പോരുമ്പോ നെടുങ്ങാട് അവിടെ കയറി ഒരു ഇലക്ട്രീഷ്യൻ ഇവിടെ അയക്കാൻ പറയണം. ഹീറ്റ് വർക്ക് ചെയ്യുന്നില്ല. അത് മറന്നു. ട്യൂസ്ഡേ കൊച്ചിൻ എക്സ്പ്രസിൽ എറണാകുളത്തേക്ക് എനിക്കൊരു ടിക്കറ്റ്. അപ്പോ പണം തികയില്ല. തികയും. ഇന്നലത്തെ ബാലൻസ് ഉണ്ട്. ശരി. ആ നിൽക്ക്. ആ, മോളെ ആദ്യം ടൗൺ ഹാളിൽ വിടണം. പണി കഴിഞ്ഞ് വരുമ്പോ കൂട്ടണം. ശരി സർ. ആ ആ ഓ, ആ.
യു വാണ്ട്? വക്കീലില്ല, എറണാകുളത്ത് പോയതാ. നാളെ രാവിലെ ഒന്നും ഉണ്ടാവും. വക്കീലിനെ കാണേണ്ട ആവശ്യമില്ല ഇപ്പോ. ഇവിടെ ഒരു പണിക്കാരല്ലേ? വിളിക്ക്. എന്തിനാ വിളിക്ക്? ആ കോശവനെ നിങ്ങളുടെ പുറത്തേക്ക് വിളിക്ക്. അവന്റെ എല്ലും മുള്ളും ഞാൻ ചവിട്ടി നുറുക്കുന്നുണ്ട്. ഒച്ചയിടരുത്. വല്യമ്മ സുഖമില്ലാതിരിക്കുക. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞു തീർക്കാം. താൻ അവനെ കൂടെ വിളിക്കണം. അതെ, എന്നെ ശരിക്കും അറിയാത്തവനാവും. കാണത്തിലൊന്നും നിക്കണ്ട, പറഞ്ഞു വിട്ടാ മതി. അത് എനിക്കറിയാം. കൈ കൊട്. ഓവല ഓവല വഴക്കുണ്ടാക്കണ്ടെന്ന് ഇങ്ങോട്ട് വന്നേ. കൈ വിടണേ. ഞാൻ പറയുന്നു, കൈ വിടാനാ പറഞ്ഞത്. എന്താ വേണ്ടത്? കൈ വിടണേ. തനിക്ക് എന്താ വേണ്ടത്? തനിക്ക് എന്റെ എലി നുറുക്കണം. എന്നാ പിടി, നുറുക്കിക്കോ. പിന്നെ അല്ല, പിന്നെ നുറുക്കിക്കോ. ആ ചെക്കൻ ഇവിടെ ഇല്ലേ, രാമു? അമ്മാവനെങ്ങനെയാ ഇവിടെ? ഓ, അമ്മാമനാണോ? അതെ, വരൂ അമ്മാവ. ഗോപാലനാരെ, വേഗം ഒരു ചായ. ഓ, വരൂ അമ്മാവ, അകത്തേക്കിരിക്കൂ. വേണ്ട, നീ ഇവിടെയാണെന്ന് തിരുമേനി പറഞ്ഞു. ഇതിലെ പോയപ്പോ വെറുതെ ഒന്ന് കയറി ഇരുന്നിട്ട് പോവാം. വേണ്ട, എനിക്ക് തിരക്കുണ്ട്. പിന്നെ 10:30 ഒരു ബസ്സിന് പോവും വേണം. ഞാൻ ടൗണിലേക്കാ, ബസ് സ്റ്റാൻഡിൽ വിടാലോ. ഡ്രൈവർ വണ്ടി എടുത്തോളൂ. വേണ്ട, ഞാൻ കയറൂന്നേ, ഞാൻ വിടാം. നിർത്തിക്ക്. ഇവിടെ മതി. നിനക്ക് ശമ്പളം ഉണ്ടാ? അങ്ങനെ കണക്കൊന്നും പറയാറില്ല. ഞാൻ ആ വീട്ടിലൊരു അംഗത്തെ പോലെയാണ്. ആ, നന്നായി. ഒഴിവുള്ളപ്പോ അങ്ങനൊക്കെ ഇടയ്ക്ക് വരാം. വരണമെന്ന് തോന്നാനിടയില്ല, എന്നാലും പറയാണ്. വരാം. ഞാൻ ശാസിച്ചതും ചീത്ത പറഞ്ഞതും ഒക്കെ സ്നേഹമില്ലായിട്ടാന്ന് വിചാരിക്കണ്ട. നീ നന്നാവാൻ വേണ്ടിട്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് ഇവിടം വരെ എത്തിയെന്ന് വിചാരിച്ചാ മതി. ആ, നന്നാവട്ടെ, നന്നായി വരട്ടെ.